ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മരിച്ചുയർത്ത് വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ വല്ലഭത്തുള്ള നാമത്തിൽ ഇവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഒരേ ഒരു ജീവിതം ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവ കൽപ്പനകളെ പ്രമാണിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുന്ന പ്രിയമക്കളായി അതിലൂടെ ദൈവം നൽകുന്ന പ്രതിഫലങ്ങളെ ഈ ഭൂമിയിലും നിത്യതയിലും അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ ഒരുക്കട്ടെ. ഇവരെ ഹാർദവമായി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. അൽഫായും ഒമേഗയും, ആദിയും അന്തവും ആദ്യനും ഒടുക്കത്തവനുമായിരിക്കുന്ന സർവശക്തനായ സ്വർഗസ്ഥ പിതാവ, ഞങ്ങളുടെ നല്ല ദൈവമേ, വളരെ മനോഹരമായ ഈ നല്ല പ്രഭാത വിളയ്ക്കായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ കരുതൽ, ആർദ്രത എത്രയോ ഉന്നതമായത്. ഞങ്ങളുടെ ജീവിതത്തെ ദൈവം കാണുന്നുവല്ലോ, അറിയുന്നുവല്ലോ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ ദൈവം കാണുന്നുവല്ലോ. പിതാവെ, അവിടെ ഞങ്ങളോട് മനസ്സലിവുണ്ടാകണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ നയിക്കണമേ, നടത്തണമേ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവിക കരസ്പർശനം, ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തീകരിച്ച് ക്രിസ്തയേശുവിൽ ബലപ്പെടുത്തണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ചത്തെ ധ്യാനത്തിൻ്റെ ഒടുവിൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരൊഴികെ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് എത്ര ശിഷ്യന്മാരെയാണ്, എത്ര പേരെയാണ് തൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുത്ത് നിയോഗിച്ചത്? ഉത്തരം എല്ലാവരും ശരി ഉത്തരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ആൻസറുകൾ നൽകി എല്ലാവരോടുമുള്ള നിസ്സീമമായ നന്ദിയും സ്നേഹവും ഞങ്ങളുടെ ചാനലിൻ്റെ പേരിൽ അറിയിച്ചു കൊള്ളട്ടെ. കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുന്നത്, ദൈവവചനത്തെ പഠിക്കുന്നത്, ആകാംക്ഷയോടെ അത് കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിനൊരു വലിയ മുതൽക്കൂട്ടായി തീരട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടിയിരിക്കട്ടെ. ഇന്നത്തെ തിരുവചന സന്ദേശത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധയോടെ വചനം കേൾക്കുക. ഈ ഇന്നത്തെ ചിന്തയും നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായാൽ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുക. അവരും ദൈവത്തിലേക്ക് അടുക്കട്ടെ, കർത്താവിനോട് പറ്റിച്ചേരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി പെട്ടകം നൽകിയ രക്ഷ അഥവാ ജീവിതം എന്ന ചിന്താവിഷയമാണ് നാം ഇന്ന് ധ്യാനിക്കുവാനായി പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം നാം ഏവരും അറിയുന്നത് പോലെ നോഹയുമായി ബന്ധപ്പെട്ട ജലപ്രളയവും ഈ ഒരു സംഭവത്തെ വ്യക്തമായി വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം വായിക്കുമ്പോൾ മനസ്സിലാകും. പെട്ടകത്തിനുള്ളിലെ നോഹ പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് വേദപുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവം നൽകുന്ന രക്ഷയുടെ ഒരു നിഴലാണ്, അതായത് ഷാഡോ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഒരു നിഴലാണ് നോഹയുടെ കാലഘട്ടത്തിലെ, പ്രത്യേകിച്ചും ജലപ്രളയത്തിലെ പെട്ടകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പഴയ നിയമകാലത്തെ ഈ സംഭവം ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിലും എത്രത്തോളം അർത്ഥവത്താകുന്നു എന്നത് നാം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ചോദിക്കാം, പഴയ നിയമ കാലഘട്ടത്തിലെ നോഹയുടെ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ എന്താണ് ബന്ധം? അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നാം ഒരു വേദഭാഗം വായിക്കണം. അപ്പോസ്തലനായ പൗലോസ് തിമത്യോസിനോട് പറയുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ആ ഭാഗം ഇത്തിരി വിശാലമാണ്, ഞാനത് വായിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചത് കേൾക്കണേ. 2 തിമത്യോസ് 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും
വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണ ദോഷികളും ദ്രോഹികളും ധാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഈ അന്ത്യകാലത്തെക്കുറിച്ചാണ്, നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഓരോ വാക്കുകളും സംഭവിക്കുന്ന വളരെ ആപ്റ്റാണ്. ഇന്ന് നമുക്ക് ചുറ്റും, ഇവൻ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകും, നമുക്ക് ചുറ്റും ഈ ലോകത്ത് സഭകളിലൊക്കെ സംഭവിക്കുന്ന ആ പച്ചയായ കാര്യങ്ങളെ വളരെ വ്യക്തവും വിശദവുമായി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരാണ് ഈ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതുകയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ഈ ദുർഘട സമയം എന്ന് പറയുന്നത് ഈ അസത്യവും അനീതിയും ഇങ്ങനെയുള്ള വളരെ വഷളത്വമായ കാര്യങ്ങളാണ്. ഈ സംഭവങ്ങൾ തന്നെയാണ് നോഹയുടെ കാലഘട്ടത്തുണ്ടായിരുന്നത്. ജലപ്രളയത്തിന് കാരണമായി തീർന്നതും ഈ സംഭവങ്ങൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അന്ന് ജനം വഷളത്വം പ്രവർത്തിച്ചു, ദൈവത്തിനെതിരായി ഇങ്ങനെയുള്ള പാപങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്തത് കൊണ്ട് ദൈവകോപം, ദൈവത്തിന്റെ ക്രോധം ഈ ജനത്തിന്മേൽ വന്നിറങ്ങുകയാണ്. അതാണ് ജലപ്രളയം. ചിന്തിക്കുക പെട്ടകത്തിനുള്ളിലെ നോഹയെക്കുറിച്ച്. ആ കാലഘട്ടത്തിൽ ഉണ്ടായ ജലപ്രളയത്തിൽ നോഹ ആയിരുന്നത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായ പെട്ടകത്തിലായിരുന്നു എന്നത് നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ പെട്ടകം പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ്? പെട്ടകം പ്രതിനിധാനം ചെയ്യുന്നത് ഒരു മനുഷ്യന് യേശുക്രിസ്തുവിൽ ലഭിക്കുന്ന സുരക്ഷിതത്വത്തെയും സംരക്ഷണത്തെയുമാണ് പെട്ടകം പ്രതിനിധാനം ചെയ്യുന്നത്. ഇതെപ്പോഴും നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ ഫീഡ് ചെയ്ത് വെക്കുക. നോഹയുടെ കാലഘട്ടത്തെ പെട്ടകം എന്ന് പറയുന്നത് ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിലായിത്തീരുമ്പോൾ പെട്ടകത്തിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണം, രക്ഷ ക്രിസ്തുവിലൂടെയും ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ പഴയ നിയമ കാലഘട്ടത്തിലെ പെട്ടകം എന്ന് പറയുന്നത് നോഹയുണ്ടാക്കിയ പെട്ടകമെങ്കിൽ അത് ഒരു മനുഷ്യന്റെ രക്ഷയ്ക്കായുള്ള ഒരു പെട്ടകമെങ്കിൽ, പുതിയ നിയമ കാലഘട്ടത്തിലെ മനുഷ്യന്റെ രക്ഷയ്ക്കായുള്ള ഒരു പെട്ടകം എന്ന് പറയുന്നത് ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്, ലോകരക്ഷിതാവായ യേശു ക്രിസ്തു എന്ന പെട്ടകം. ഈ പെട്ടകത്തിൽ പ്രവേശിക്കുന്നവർക്കാണ് സുരക്ഷിതത്വമുള്ളത്, സംരക്ഷണമുള്ളത്. ഒരു മനുഷ്യൻ ക്രിസ്തുവിലായിത്തീരുക എന്നത് ആ വ്യക്തി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ചോദ്യം, ലോകത്തിലെ സുരക്ഷിതമായ സ്ഥലം എവിടെയാണ്? ലോകത്തിലെ സുരക്ഷിതമായ സ്ഥലം അത് സൃഷ്ടിതാവിൽ മാത്രമാണ്. ഞാൻ സൃഷ്ടിതാവിൽ ആയിത്തീരുമ്പോൾ, ഞാൻ സൃഷ്ടിതാവിലേക്ക് ലയിക്കുമ്പോൾ അവിടെയാണ് എൻ്റെ സുരക്ഷിതമായ സേഫ്റ്റി പ്ലേസ് എന്ന് പറയുന്നത്. അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകം നാം പഠിച്ചാൽ പഴയ നിയമത്തിലെ 3 പെട്ടകങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്ന് പെട്ടകങ്ങൾ പഴയ നിയമത്തിലെ. ഒന്നാമത്തെ പെട്ടകം എന്ന് പറയുന്നത് നാം ഇപ്പോൾ പറഞ്ഞ നോഹായുടെ പെട്ടകം, നോഹാസ് ആർക്ക് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. നോഹയുടെ പെട്ടകം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇത് എന്തിനു വേണ്ടിയുള്ള പെട്ടകമായിരുന്നു? എന്തിനു വേണ്ടിയാണ്, ശ്രദ്ധിക്കണേ, എന്തിനു വേണ്ടിയാണ് നോഹ ഈ പെട്ടകം ഉണ്ടാക്കിയത്? ഉത്തരം വളരെ ലളിതമാണ്. ദൈവകോപത്തിൽ നിന്നും ദൈവക്രോധത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സുരക്ഷിതമായ സ്ഥലം, ഷെൽട്ടേർഡ് ഫ്രം ദ വ്രാത്ത് ഓഫ് ഗോഡ്സ് സോവറിനിറ്റി എന്ന് പറയുവാൻ സാധിക്കും. ദൈവത്തിന്റെ ഒരു മഹത്വകരമായ ഒരു പ്രവൃത്തിയാണത്. മനുഷ്യൻ ദൈവകോപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരുക്കപ്പെട്ട ഒരു സുരക്ഷിതമായ സ്ഥലമാണ് നോഹയുടെ പെട്ടകം. രണ്ടാമത്തെ പെട്ടകം ആർക്ക് ഓഫ് മോസസ്, മോശയുടെ പെട്ടകം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 3-4 വായിക്കുമ്പോൾ മോശയുടെ പെട്ടകം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പരിശോധിച്ചാൽ പിശാചിന്റെ പ്രവൃത്തികളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള 10 കൽപ്പനകളാകുന്ന സുരക്ഷിതമായ ഒരു സ്ഥലമാണ്. അതായത് പിശാചിന്റെ വഴിയിൽ നിന്നും രക്ഷപ്പെടുവാൻ ദൈവം മോശയിലൂടെ കൊടുത്ത 10 കൽപ്പനകൾ പ്രമാണിച്ചാൽ മതിയാകും അവൻ എന്താണ്
തൻ്റെ ജീവിതത്തെ സേഫ് സോണിൽ എത്തിക്കുവാൻ, രക്ഷപ്പെടുവാൻ, തൻ്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ, പൈശാചിക പ്രവൃത്തിയിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയും എന്നതാണ്. മൂന്നാമത്തെ പെട്ടകമെന്ന് പറയുന്നത് ആർക്ക് ഓഫ് ഗോഡ് ഇൻ ദ ടാബർനാക്കിൾ, അതായത് സമാഗമന കൂടാരത്തിലെ ദൈവത്തിൻ്റെ പെട്ടകം. 1 ദിനവൃത്താന്ത പുസ്തകം 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പെട്ടകം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സുരക്ഷിതമായ ഒരു സ്ഥലമാണ്. അതാണ് സമാഗമന കൂടാരത്തിലെ ദൈവത്തിന്റെ പെട്ടകം എന്ന് പറയുന്നത്. ദൈവ കൽപ്പനകൾ ലംഘിക്കപ്പെടുമ്പോൾ രക്തത്താലുള്ള യാഗം നൽകപ്പെടുന്ന സമാഗമന കൂടാരത്തിലെ ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം എന്ന് പറയുന്നത്. അതിനൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡികളുണ്ട്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മുടെ ടോപ്പിക്ക് അല്പം ഡിഫറൻ്റ് ആയതുകൊണ്ട് ഞാൻ ആ പെട്ടകത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രധാന ചിന്തയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദ ആർക്ക് ഓഫ് നോഹ, നോഹയുടെ പെട്ടകത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. ഈ പെട്ടകത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഒന്നാമത്തേത്, ഇത് രക്ഷയുടെ ഒരു സ്ഥലമായിരുന്നു. മനുഷ്യന് രക്ഷപ്പെടുവാനായിട്ട് ഒരുക്കപ്പെട്ടിരുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഈ നോഹയുടെ പെട്ടകം, പ്ലേസ് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ സ്ഥലത്ത്, ഈ രക്ഷയുടെ സ്ഥലമാകുന്ന നോഹയുടെ പെട്ടകത്ത് 3 കാര്യങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ഒന്നാമത്തേത്, നോഹയും തൻ്റെ വിശ്വാസവും, നോവ ആൻഡ് ഹിസ് ഫെയ്ത്ത്. ഈ പെട്ടകത്തിൽ നോഹയുടെ വിശ്വാസം ഉണ്ടായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, ശ്രദ്ധിക്കണേ, തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച വിശ്വാസത്തിലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ വളരെ അർത്ഥവത്തായ ഒരു വചനമാണ് എബ്രായർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ക്രിസ്തുവാകുന്ന പെട്ടകത്തിൻ്റെ പ്രത്യേകത അത് ത്രൂ ഫെയ്ത്ത് ആണ്. വിശ്വാസത്തിലൂടെയാണ് ഒരു മനുഷ്യൻ ആ പെട്ടകത്തിൽ രക്ഷ കണ്ടെത്തുന്നത്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ ഒരു മനുഷ്യന് പ്രവേശിച്ച് അത് പ്രാപിച്ചെടുക്കാൻ, ആ സുരക്ഷിതത്വം പ്രാപിച്ചെടുക്കണമെങ്കിൽ, രക്ഷ അനുഭവിക്കണമെങ്കിൽ നോഹയെ പോലെ നമുക്ക് എന്തുണ്ടാകണം? ഫെയ്ത്ത് ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം. കോൺക്രീറ്റ് ഫെയ്ത്ത്, ശക്തമായ ഒരു വിശ്വാസത്തിന് ഉടമസ്ഥരായി നാം മാറണം എന്നതാണ്. രണ്ടാമത്തെ പ്രത്യേകത, അതിൽ നോഹയും തൻ്റെ കുടുംബവും ഈ പെട്ടകത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്നതാണ്. നോഹ ആൻഡ് ഹിസ് ഫാമിലി. നോഹയ്ക്ക് മാത്രമല്ല രക്ഷ ലഭിച്ചത്, നോഹയുടെ കുടുംബത്തിന് മുഴുവനായിട്ട് രക്ഷ പ്രദാനം ചെയ്യുകയാണ്. ഈ പെട്ടകത്തിൽ നോഹയ്ക്കും കുടുംബത്തിനും ഒരു മുറി ലഭിച്ചതുപോലെ ദൈവരാജ്യത്തിലും നമുക്ക്, നമ്മുടെ കുടുംബത്തിനും ഒരു സ്ഥാനം, ഒരു മുറി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നോഹയുടെ പെട്ടകം നോക്കി, മൃഗങ്ങൾ, പക്ഷികൾ, നാൽക്കാലികളെ ഇരണ്ടായിട്ട്, ഇണകളായിട്ട്, ജോഡികളായിട്ട് കയറി. അപ്പോൾ ഈ നോഹയ്ക്ക് അതിനകത്തൊരു മുറി ഉണ്ടായിരുന്നു, നോഹയ്ക്കും കുടുംബത്തിനും, ആസ് എ ഹ്യൂമൻ ബീയിങ്, അല്ലേ? അപ്പോൾ മനുഷ്യഗണത്തിൽപ്പെട്ട നോഹയ്ക്കും കുടുംബത്തിനുമായിട്ട് ഒരു മുറി പെട്ടകത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. 2 കൺസെപ്റ്റാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾക്കൊരു മുറിയുണ്ട്, നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, ഒരു സ്ഥലമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, ക്രിസ്തുവിൽ നിങ്ങൾക്കൊരു ഇടമുണ്ട്. പ്രിയമുള്ളവരെ, അതൊരിക്കൽ നിങ്ങൾ മറന്നു പോകരുത്. ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും നിങ്ങൾക്ക് സ്ഥാനമില്ലായിരിക്കാം, ഒരു പോസ്റ്റിലും നിങ്ങളുടെ പേരില്ലായിരിക്കാം, ഒരിടത്തും നിങ്ങൾ പരിഗണിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ട അനുഭവത്തിലായിരിക്കാം. പക്ഷേ ബൈബിൾ പറയുന്നു, ഇഫ് യു ഹാവ് ഫെയ്ത്ത് ഇൻ ജീസസ്, യു ഹാവ് എ പ്ലേസ് ആൻഡ് സ്പേസ് ഇൻ ജീസസ്. യേശുവിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, യേശുവിൽ നിങ്ങൾക്കൊരു സ്ഥലമുണ്ട്. നിങ്ങൾ യേശുവിൽ വിശ്വാസം കണ്ടെത്തിയാൽ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, എത്ര പേർ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ? അതുകൊണ്ട് തീരുന്നില്ല. മരണം കഴിയുമ്പോൾ, രണ്ടാമത്തെ മരണത്തിൽ ദോഷം വരാത്തവർക്ക്
കർത്താവ് ഒരുക്കിയ ആ പുതിയ ഭവനത്തിൽ ഒരു മുറി നിങ്ങൾക്കായിട്ടുണ്ട്, സ്വർഗീയ ഭവനത്തിലെ. മൂന്നാമത്തേത്, ഈ നോഹയുടെ രക്ഷയുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത നോഹ ആൻഡ് ഹിസ് ഫ്യൂച്ചർ. നോഹയും തൻ്റെ ഭാവിയും അതിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. തൻ്റെ ഭാവി ജീവിതം, നോഹയുടെ ഭാവി ജീവിതം പെട്ടകത്തിൽ സുരക്ഷിതമായിരുന്നു എന്നതാണ്. പ്രിയരെ, മരണശേഷമുള്ള ഭാവി സുരക്ഷിതമാക്കപ്പെടുന്നത് ഈ ലോകത്തിൽ നിങ്ങൾ ക്രിസ്തുവിൽ ജീവിച്ചാൽ മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കരുത്, ഇൻ ക്രൈസ്റ്റ് ജീവിക്കുക. ക്രിസ്തുവിൽ. വെറും ഒരു ആചാരത്തിനോ പേരിനോ ചടങ്ങിനോ ഉള്ള സോക്കോൾഡ് ക്രിസ്ത്യൻസ് എന്ന പേരിന് യോഗ്യമായി ജീവിക്കാതെ ക്രിസ്തുവിൽ, ബൈബിളിൽ, ദൈവവചനത്തിനുള്ളിൽ നിങ്ങൾ സഞ്ചരിക്കുക. ക്രിസ്തുവിലൂടെ സഞ്ചരിക്കുക. ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ, ക്രിസ്തു പറയുന്നത്, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് അന്തർലീനമായി അതിൽ നിങ്ങൾ ഇഴുകിച്ചേർന്ന് നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും ക്രിസ്തു കേന്ദ്രീകൃതമായ, ക്രിസ്തു ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഔട്ട്കംസ്, അതുപോലെ തന്നെ ഫലങ്ങൾ, നിലനിൽക്കുന്ന ഫലങ്ങൾ നിങ്ങളിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാത്രമാണ് മരണശേഷമുള്ള ആ ഒരു നിങ്ങൾക്കൊരു ഭാവി ലഭിക്കുന്നത്. അല്ലേ? പകലിലും പ്രഭാ രാജ്യത്തെ ദൂരെ വിശ്വാസത്താൽ കാണാമേ, ആ താതൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ഹൃദ്യമായ ഒരനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമതായി നോഹയുടെ പെട്ടകമെന്ന് പറയുന്നത് അതൊരു രക്ഷയുടെ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നോഹയും തൻ്റെ വിശ്വാസവും ഉണ്ടായിരുന്നു, നോഹയും തൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു, നോഹയും തൻ്റെ ഭാവി ജീവിതവും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, ഈ പെട്ടകത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് സാങ്ച്വറി എന്നുള്ളതാണ്. അതായത് ഇതൊരു അഭയസ്ഥാനമായിരുന്നു ഈ പെട്ടകം, അല്ലെങ്കിൽ ഒരു സങ്കേതം എന്ന് നമുക്ക് പറയാം. അതായത് അഭയം നൽകുന്ന ഒരു സ്ഥലമായിരുന്നു ഈ നോഹയുടെ പെട്ടകം. നോഹയ്ക്ക് താൻ ഉണ്ടാക്കിയ ഈ പെട്ടകം തനിക്ക് തന്നെ ഒരു അഭയസ്ഥാനം ആയിരുന്നു എന്നുള്ളതാണ്. യെഹെസ്കേൽ പ്രവചന പുസ്തകം 11-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഞാൻ എൻ്റെ ജനത്തെ രാജ്യങ്ങളിൽ ചിതറിച്ച് കളഞ്ഞു എങ്കിലും ഞാൻ അവർക്ക് കുറേ കാലത്തേക്ക് ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കും. ഇതൊരു വലിയ വാഗ്ദത്തമാണ്, പ്രോമിസാണ്. ദൈവം ഇവർക്ക് വേണ്ടി ഭൂമിയിൽ ഒരു അഭയസങ്കേതം പണിയുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഈ വാണ്ടറിങ് ചെയ്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ ലോകത്തിലെ ജനമുണ്ടല്ലോ, ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിന് കീഴ്പ്പെടാതെ, സ്വന്തം ഇഷ്ടപ്രകാരം സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിൽ ഇങ്ങനെ വാണ്ടർ ചെയ്ത് അലഞ്ഞു തിരിഞ്ഞ് ഉഴന്നു നടക്കുന്ന ജനങ്ങളുണ്ടല്ലോ. ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടനായ മനുഷ്യ ജാതിയുണ്ടല്ലോ. ഇവർക്ക് വേണ്ടി ഈ ഭൂമിയിൽ ദൈവം ഒരു അഭയസ്ഥാനം പണിതു എന്നുള്ളതാണ്. ദൈവം ഈ ഭൂമിയിൽ ഈ ജനത്തിന് വേണ്ടി ഒരു അഭയസ്ഥാനം പണിതു. ഈ അഭയസ്ഥാനം പണിതു എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ സ്ട്രക്ചർ അല്ല, ഒരു ബിൽഡിംഗ് പണിതു എന്നുള്ളതല്ല, മറിച്ച് ക്രിസ്തു എന്ന ഒരു അഭയസ്ഥാനം. ആമേൻ. ക്രിസ്തു എന്ന അഭയം എല്ലാ മനുഷ്യർക്കും വന്നു ചേർന്ന് വിശ്രമിക്കുവാനും, ആശ്വാസം കണ്ടെത്തുവാനും, ഭക്ഷണം കഴിക്കുവാനും, ധൈര്യം കണ്ടെത്തുവാനും, ബലം കണ്ടെത്തുവാനും, നീതിപൂർവ്വം പ്രവർത്തിക്കുവാനുള്ള ഒരു സങ്കേതം, ഒരു ഷെൽട്ടർ, അല്ലേ, ഒരു സാങ്ച്വറി, അത് ക്രിസ്തു ആകുന്നു. അതാ ഞാൻ ആ പെട്ടകത്തെ ക്രിസ്തുവിനെ വളരെ സിമിലറായിട്ട് ഞാനത് ചിത്രീകരിച്ചത്. പ്രിയരെ, അപകടങ്ങളിൽ, ഇടിമുഴക്കങ്ങളിൽ, ഭയങ്ങളിൽ, ന്യായവിധികളിലൊക്കെ നമുക്ക് ക്രിസ്തു യേശു ഒരു സങ്കേതമാണ്, മറന്നു പോകരുത്. ഈ ലോകത്തിൽ വിശ്വാസത്താൽ ഞാൻ ക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ സങ്കേതം, ആശ്രയം എല്ലായ്പ്പോഴും എൻ്റെ ദൈവമാകുന്നു. രാവും പകലും, അല്ലേ, 24 hours എനിക്ക് ഡിപ്പെൻഡ് ചെയ്യുവാനും, ആശ്രയിപ്പാനും, വിശ്രമിക്കുവാനും ഒക്കെയുള്ള. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഏറ്റവും ഉന്നതമായ ഒരു വചനം ഇതാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗീവ് യു റെസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആശ്വാസം കണ്ടെത്തുവാനുള്ള ഏക സ്ഥലം ക്രിസ്തു എന്ന ഭവനമാകുന്നു. ദൈവത്തിനറിയാം നമ്മെ എങ്ങനെ ഒരു കലാമിറ്റിയിൽ നിന്നും വളരെ കാമായ ഒരു അനുഭവത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത്. അതായത് അത്യാപത്തിൽ നിന്നും ഒരു ശാന്തതയേറിയ അനുഭവത്തിൽ എത്തിക്കണമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്, ഒരു അഭയസങ്കേതമായി, അഭയസ്ഥാനമായി. നോഹ തൻ്റെ ഹൃദയത്തിൽ ശാന്തത കൈവരിക്കുകയാണ്. കാരണം
തൻ്റെ അഭയസ്ഥാനം സുരക്ഷിതമായിരുന്നു. ഈ പെട്ടകം നോഹ ഉണ്ടാക്കി, ദൈവം പറഞ്ഞു കൊടുത്തുണ്ടാക്കിയ പെട്ടകം വളരെ സുരക്ഷിതമാണ്. അതുകൊണ്ട് നോഹ വളരെ പീസ്ഫുള്ളായി, വളരെ സ്ട്രോങ് ആയിരുന്നു, വളരെ ഒരു കൺഫേമിറ്റി അവനുണ്ടായിരുന്നു. കാരണം ഐ മീൻ എ സെക്യൂർ പ്ലേസ്, ഞാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, ഞാൻ ക്രിസ്തുവിൽ എൻ്റെ ജീവിതം സുരക്ഷിതമാണ്. ആമീൻ. ക്രിസ്തുവിൽ എൻ്റെ ജീവിതം സുരക്ഷിതമാണ്. എനിക്ക് ചുറ്റും ആരോസ് ഉണ്ട്, അമ്പുകൾ എയ്യുന്നുണ്ട്, ആരോപണങ്ങളുണ്ട്, കടഭാരങ്ങളുണ്ട്, രോഗങ്ങളുടെ അനർത്ഥം. പക്ഷെ ഞാൻ ഐ മീൻ എ സേഫ്റ്റി പ്ലേസ്. ഞാൻ ക്രിസ്തു എന്ന അഭയസങ്കേത സുരക്ഷിത സ്ഥാനത്താണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന് പറയുവാൻ തക്ക രീതിയിൽ നിങ്ങളുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതം വളരണം. പ്രിയമുള്ളവരെ, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. അത് ഏറ്റവും ഉന്നതമായ ഒരു അനുഭവമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറണം എന്നുള്ളതാണ്. ഒരിക്കൽ ഞാൻ ശുശ്രൂഷ ചെയ്തു വന്നിരുന്ന ഒരു ഇടവകയിൽ ഒരു ഞായറാഴ്ച ആരാധനയൊക്കെ കഴിഞ്ഞ് എല്ലാവരുമൊക്കെ വീടുകളിലൊക്കെ പോയി തുടങ്ങി. ഒരു പ്രായമുള്ള ഒരു അമ്മ മാത്രം ആലയത്തിൻ്റെ നടുനിരയിലുള്ള ബെഞ്ചിൽ, ചാരി ബെഞ്ചിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിത് കണ്ടു, ദൂരത്തുനിന്ന് കണ്ടു. അപ്പം ഞാൻ കരുതി ഒരുപക്ഷെ അവർക്ക് ശാരീരികമായ ക്ഷീണമോ പ്രയാസമോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഞാനവരുടെ അടുത്തേക്ക് പോയി ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് സമയം ഇരുന്ന ശേഷം എഴുന്നേൽക്കുവാനോ അല്ലെങ്കിൽ ഒരു ക്ഷീണം പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലോ. അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറയുകയാണ്, അച്ചോ, വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമില്ല അച്ചോ. കൂടെ അല്പം സ്വസ്ഥതയോടെ ഇരിക്കുന്നത് ഇവിടെ ഈ ആലയത്തിൽ വരുമ്പോഴാണ്. ഞാൻ അല്പസമയം കൂടെ ഒന്ന് ഇരുന്നോട്ടെ ഇവിടെ. എല്ലായ്പ്പോഴും ചൂടുപിടിച്ച ജീവിത അനുഭവങ്ങളുടെ നടുവിൽ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്നത് യേശു ക്രിസ്തു എന്ന അഭയ സങ്കേതത്തിലും സ്ഥാനത്തിലുമാണ്. പ്രിയമുള്ളവരെ, അതൊരിക്കലും നഷ്ടമാക്കരുത്. ക്രിസ്തുവിനോടൊപ്പം വസിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്നും ഒരിക്കലും അകന്നു പോകരുത്. ഈ 24 മണിക്കൂറും നിങ്ങൾക്ക് വസിക്കുവാനുള്ള ഒരു സേഫസ്റ്റ് പ്ലേസാണ് ക്രിസ്തു എന്ന പെട്ടകം. പ്രിയമുള്ളവരെ, മറന്നു പോകരുത്. മൂന്നാമത്തെ ഈ പെട്ടകത്തിൻ്റെ പ്രത്യേകത, ഒന്നാമതായി ഞാൻ പറഞ്ഞ രക്ഷയുടെ പെട്ടകം, 2 അഭയസ്ഥാനമാകുന്ന പെട്ടകം, 3 ഇതൊരു വേർപെടുത്തലിൻ്റെ സ്ഥലമാണ്. എ പ്ലേസ് ഓഫ് സെപ്പറേഷൻ ആകുന്നു ഈ പെട്ടകം. നോഹയുടെ പെട്ടക ജീവിതം ശേഷമുള്ള ലോകവുമായുള്ള ബന്ധത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രളയമുണ്ടായി, ജലം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 150 ദിവസത്തോളം ഭൂമി പെയ്ത മഴയിനാൽ വെള്ളം പൊങ്ങിക്കൊണ്ടേയിരുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ വെള്ളം പൊങ്ങിക്കൊണ്ടേയിരുന്നു, പെട്ടകം ഉയർന്നുകൊണ്ടേയിരുന്നു. ഈ പെട്ടകം ഉയരും തോറും ഈ ഭൂമിയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് നിങ്ങളുടെ സങ്കല്പിച്ച് നോക്കിയേ. ഈ പെട്ടകം ഉയരും തോറും എന്താണ്? ഭൂമിയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എ പ്ലേസ് ഓഫ് പെട്ടകം, ഈ ആർക്കെന്ന് പറയുന്നത് പ്ലേസ് ഓഫ് സെപ്പറേഷൻ. വേർപാട് അഥവാ വിച്ഛേദനം എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ഒരു മർമ്മമാണ്, ഒരു രഹസ്യമാണ്. നമ്മുടെ ജീവിതത്തെ ദൃഢമാക്കുന്ന, ബലപ്പെടുത്തുന്ന ഒരനുഭവമാണ്. നമ്മുടെ ജീവിതത്തെ പുനർചിന്തനം ചെയ്യുന്ന അനുഭവമാണ് സെപ്പറേഷൻ. ലൈഫിൽ എപ്പോഴെങ്കിലും ക്രിസ്തുവിലായ ശേഷം ജീവിതത്തിൽ നിങ്ങൾ ഏതിലെങ്കിലും നിന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ടോ? ഒരുപാട് ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് പ്രിയരെ. നിങ്ങളുടെ ലൈഫ് യേശുവിൽ വന്ന ശേഷം നിങ്ങൾ ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ? വേർപെടുത്തിയിട്ടുണ്ടോ? വിശദമാക്കാം. ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തു വന്ന പ്രവൃത്തികൾ, അതിൽ നിന്നൊരു വേർപാട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ക്രിസ്തുവിൽ വന്ന ശേഷം എത്രയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വന്നതുണ്ട്. ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നില്ല, ഞാൻ വേർപെടുകയാണ്. ഞാൻ ഇന്നിന്ന ടീമിൽ നിന്ന്, ഗ്രൂപ്പുകളിൽ നിന്ന്, ഇന്നിന്ന കാര്യത്തിൽ നിന്ന് ഞാൻ എന്നെ വേർപെടുത്തുകയാണ്. കാരണം ഈ ലോകത്തിൽ നിന്ന് ഞാൻ വേർപെട്ട് എൻ്റെ പ്രിയനോട് കൂടുതൽ ഞാൻ ഇൻറ്റിമസി കാണിക്കുകയാണ്, കൂടുതൽ ചേരുന്ന ഒരു അനുഭവം. എത്ര ധന്യമായ അനുഭവം അല്ലേ? അത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുന്ന അനുഭവം അല്ലേ? വിവാഹത്തിന് പുരുഷൻ ഭാര്യയോട് ചേരുന്ന ഒരു അനുഭവം, ഒരു കന്യക തൻ്റെ ഭർത്താവിനോട് ചേരുന്ന അനുഭവം, സെപ്പറേഷൻ. അപ്പോൾ ഈ ലോകത്തിലെ പല ബന്ധങ്ങളിൽ നിന്നും
എന്നെ വീഴ്ത്തുന്ന, എന്നെ തളർത്തുന്ന, ലോകപരമായ സുഖങ്ങളിലേക്ക് എന്നെ വഴി നടത്തുന്ന, അല്ലെങ്കിൽ ലോകപരമായ മോഹങ്ങളിലേക്ക് എന്നെ വഴി നടത്തുന്ന പലതിൽ നിന്നും ഞാൻ എന്നെ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ക്രിസ്തുവിനോടുകൂടെ ചേരുന്ന ഒരു അനുഭവം. എൻ്റെ തിങ്കിങ്, എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തി, എൻ്റെ സകലവും ക്രിസ്തുവിന് അനുരൂപമാകത്തക്ക രീതിയിൽ മാറ്റിയെടുക്കുന്ന ഒരു അനുഭവം, സെപ്പറേഷൻ. ഈ പെട്ടകം ആ ഒരു അനുഭവത്തിലേക്കാണ് നോഹയെ വഴി നടത്തുന്നത്. കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, നോഹയുടെ പെട്ടകത്തിൽ ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായ ലൈഫ് ബോട്ടുകളൊന്നും ഇല്ലായിരുന്നു. ഈ വലിയ കപ്പലുകളുണ്ടല്ലോ, സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന, അതിലൊക്കെ ലൈഫ് ബോട്ടുകൾ ഉണ്ടാകും, ചെറിയ ചെറിയ പടകുകൾ ഉണ്ടാകും. കപ്പലിന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ, ആപത്ത് സംഭവിച്ചാൽ ഈ ലൈഫ് ബോട്ടുകളെ വെള്ളത്തിലേക്ക് ഇറക്കി വിടും. ഈ മുങ്ങിച്ചാകുവാൻ പോകുന്ന ആളുകൾ രക്ഷപ്പെടുവാനായി ലൈഫ് ബോട്ടുകളെ ആശ്രയിക്കും. ചിലയിടത്തൊക്കെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പോകുമ്പോൾ ലൈഫ് ജാക്കറ്റുകൾ നൽകാറുണ്ട്, ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നൽകാറുണ്ട്, അല്ലെ, രക്ഷപ്പെടുവാനായിട്ട്. അത് ഈ ബോട്ടുകളിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കും, ലൈഫ് ജാക്കറ്റുകൾ. പക്ഷേ ഇതിന്റെ പ്രത്യേകത, ഈ നോഹയുണ്ടാക്കിയ ഇത്രയും വലിയ ബ്രഹ്മാണ്ഡമായ ഈ ഒരു പെട്ടകത്തിൽ ഒരൊറ്റ ലൈഫ് ബോട്ടോ ഒരൊറ്റ ലൈഫ് ജാക്കറ്റോ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ റീസൺ? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും കാരണം ദ ആർക്ക് ഇറ്റ്സെൽഫ് ഈസ് എ ലൈഫ് ബോട്ട്. ഹല്ലേലൂയ. ഈ പെട്ടകം തന്നെയായിരുന്നു ലൈഫ് ബോട്ട്. പ്രാണരക്ഷാ തോണി ഈ പെട്ടകം തന്നെയായിരുന്നു. അതുകൊണ്ട് ഇനി ഈ പെട്ടകത്തിനൊരു പ്രാണരക്ഷാ തോണി, ഒരു ലൈഫ് ബോട്ടോ ലൈഫ് ജാക്കറ്റിൻ്റെയോ ആവശ്യം വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ആമേൻ. ക്രിസ്തു മാത്രമാണ് നമ്മുടെ പ്രിയമുള്ളവരെ ആർക്കെന്ന് പറയുന്നത്, പെട്ടകം. ആ പെട്ടകത്തിന് നാം കയറിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ലൈഫ് ജാക്കറ്റ് വേണോ? ഭൂമിയിൽ ഇനിയൊരു ലൈഫ് ബോട്ട് നമുക്ക് ആവശ്യമുണ്ടോ? മനുഷ്യൻ ഇന്ന് രക്ഷപ്പെടുവാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ക്രിസ്തുവിൽ യാത്ര ചെയ്യുന്നു, ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ ജീവിക്കുന്നു അഭിമാനിക്കുമ്പോഴും ഈ ലോകത്തിൽ തനിക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി ഒരുപാട് ലൈഫ് ജാക്കറ്റുകളും ലൈഫ് ബോട്ടുകളും പ്രിപ്പയർ ചെയ്ത് അതിന്റെ പിന്നിലുള്ള പണിയിലാണ് പ്രിയമുള്ളവർ, അതിന്റെ പിന്നിലുള്ള ഓട്ടത്തിലാണ്. പക്ഷെ അവൻ മറന്നു പോകുന്നു, എൻ്റെ ലൈഫ് ജാക്കറ്റും എൻ്റെ ലൈഫ് ബോട്ടും ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അവൻ എന്നെ സേഫ് സോണിൽ കൊണ്ടെത്തിക്കുമെന്നത് മറന്നു പോകുന്നു. അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. ക്രിസ്തുവിൽ ജീവിക്കുന്ന വിശ്വാസിനെ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ ചൂണ്ടി മറ്റുള്ള ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്: ജീവിക്കുവാൻ അറിയില്ലാത്തവൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തെ പോലെ ജീവിച്ചില്ല എങ്കിൽ എന്താണ് ജീവിതമെന്ന്. ഞാൻ പറയട്ടെ, അവിടെ ജീവിതത്തിൽ സന്തോഷമില്ലെന്നാണോ കരുതുന്നത്? സൈക്കോളജിക്കലി നാം പഠിച്ചാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവരായിരിക്കും പ്രിയമുള്ളവരെ. ഈ ലോകത്തിൽ ജീവിതം ആസ്വാദ്യമാക്കുന്നവരാണ്. കാരണം അവർക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. നോഹയ്ക്ക് ഒരു വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം തങ്ങൾ സേഫ് സോണിൽ എത്തുമെന്ന്. കാരണം ഇതിൻ്റെ എല്ലാം മാസ്റ്റർ പ്ലാൻ ദൈവമായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇതിൻ്റെ എല്ലാം ഒരു മാസ്റ്റർ പ്ലാൻ ദൈവമായിരുന്നു. ഞാനിന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ ആ വിശ്വാസത്തിലേക്ക് എന്നെ അടുപ്പിച്ച ആ മാസ്റ്റർ എന്ന് പറയുന്നത് ദ ഓൾമൈറ്റി ഗോഡ്. ആ ഓൾമൈറ്റി ഗോഡാകുന്ന ദൈവത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ, ഒരു അതീവമായ ഉന്നതമായ ഒരു പദ്ധതിയാണ് എന്നെ ക്രിസ്തുവിൽ ജീവിക്കുന്ന അനുഭവത്തിലാക്കി തീർക്കുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഞാനൊരു സേഫ് ബോട്ടിലാണ് ഇരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ ലൈഫ് ജാക്കറ്റും എൻ്റെ ലൈഫ് ബോട്ടും എല്ലാം ഈ പെട്ടകം തന്നെയാണ്. ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. ഈ ലോകത്തിന് നമ്മെ രക്ഷിപ്പാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് എത്ര പണമുണ്ടായാലും എന്തൊക്കെ പൊസിഷനിലിരുന്നാലും ഒരു രോഗം വന്ന് അത്യാസന്ന നിലയിലായിരിക്കുമ്പോൾ ഡോക്ടേഴ്സ് തങ്ങളാവുന്ന എല്ലാ മെഡിസിനുകളും നൽകിയ ശേഷം ഒടുവിൽ പറയും, ഇനി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്ക്, ദൈവത്തിന് മാത്രമേ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. മെഡിസിൻ എല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ്. എത്രയോ ലക്ഷക്കണക്കിന് അനുഭവങ്ങൾ നാം കേട്ടിട്ടില്ലേ പ്രിയമുള്ളവരെ? എന്നിട്ടും ഇന്ന് മനുഷ്യൻ ഒരുപാട് ലൈഫ് ജാക്കറ്റുകളും ലൈഫ് ബോട്ടുകളും തേടി അലയുകയാണ്. സുരക്ഷിതമായ പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ചു എന്ന് അഭിമാനിക്കുന്ന ഓരോ ദൈവവൈതലും ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും സഭകളും ഇന്ന് ലൈഫ് ജാക്കറ്റുകളെ
പണിയുന്ന, ലൈഫ് ബോട്ടുകളെ പണിയുന്ന പരിശ്രമത്തിലാണ്. അത്യാഹിതം വന്നാൽ രക്ഷപ്പെടുവാൻ വേണ്ടി. ഏറ്റവും ഒടുവിലായി നോഹയുടെ പെട്ടകമെന്ന് പറയുന്നത് എ പ്ലേസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി നൽകുന്ന ഒരു സ്ഥലമായിരുന്നു നോഹയുടെ പെട്ടകം. നോഹയുടെ പെട്ടകം ഒഴുകുന്ന ഒരു പറുദീസയല്ലായിരുന്നു. അത് ഞാൻ വളരെ സ്പഷ്ടമായി പറയുകയാണ്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പറുദീസയൊന്നും അല്ലായിരുന്നു നോഹയുടെ പെട്ടകം. നോഹയുടെ പെട്ടകം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കൊട്ടാരവുമല്ലായിരുന്നു. ആനന്ദം കണ്ടെത്തുന്ന, നമുക്കറിയാം, ഇന്ന് ആലപ്പുഴ കായലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹൗസ് ബോട്ടുകളുണ്ട്. അങ്ങനെ വെള്ളത്തിൻ്റെ പരപ്പിലൂടെ ഒഴുകുന്ന ഒരു കൊട്ടാരമോ ഒരു ഹൗസ് ബോട്ടോ ഒന്നും അല്ലായിരുന്നു നോഹയുടെ പെട്ടകം. ദൈവം നോഹയുടെ പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചു കഴിഞ്ഞപ്പോൾ, മഴവെള്ളം പെയ്ത് വെള്ളം ഭൂമിയിൽ നിന്നും ഉയർന്നു തുടങ്ങിയെന്ന് കാണുന്നു. ഇപ്പോൾ ഇതാ ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞപ്പോൾ ലോകത്തിലെ ഭൂമിയേക്കാൾ, റിയൽ എസ്റ്റേറ്റിനേക്കാൾ വില കൂടുതൽ പെട്ടകത്തിനായിരുന്നു. ആമേൻ, ആമേൻ. ഒന്ന് ചിന്തിച്ച്, ഞാൻ ഈ പ്രസംഗം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ വന്ന ചിന്തകളാണ്. ഈ വെള്ളമൊക്കെ ഭൂമിയിൽ വെള്ളം നിറഞ്ഞു. ഇപ്പോൾ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്ന ഒരു പെട്ടകം മാത്രമാണ്. അപ്പോൾ ഈ ലോകത്ത് ഞാനോ നിങ്ങളോ, ഈ ലോകത്ത് നിങ്ങളൊരു സ്ഥലം, എന്തെങ്കിലും ഒന്ന് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഓർക്കുക, ആ സമയത്ത് ഏറ്റവും കോസ്റ്റ്ലി ആയിരിക്കുന്ന ആ പെട്ടകം മാത്രമായിരിക്കും. കാരണം വാല്യുബിളായിട്ട് ഭൂമിയിലെ ഏതൊരു വസ്തുവിനെക്കാട്ടും ഏറ്റവും 1000 മടങ്ങ് വില, ഏറ്റവും വില കൂടിയ വസ്തു നോഹയുടെ പെട്ടകമായിരിക്കും. അത് മാത്രമാണ് സേഫായിട്ട് വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. അതൊരു കൊട്ടാരമല്ല, അതൊരു പറുദീസയല്ല, പക്ഷേ അതിനായിരിക്കും ഏറ്റവും വില കൂടുതൽ. ഭൂമിയേക്കാൾ, ഈ ലോകത്തെക്കാൾ വില കൂടിയ പെട്ടകം. കാരണം അത് ദൈവമെന്ന സത്യമാണ്, ദൈവമെന്ന ശക്തി. നിത്യരാജ്യത്തിന്, സ്വർഗരാജ്യത്തിന്, ക്രിസ്തുവ ജീവിതത്തിനാണ് വില കൂടുതലെന്ന് മനസ്സിലാക്കുക പ്രിയമുള്ളവരെ. ബൈബിൾ പറയുന്നു, ഈ ലോകവും അതിൻ്റെ മോഹങ്ങളും നശിച്ചു പോകും. ഒരു പുസ്തകം ചുരുട്ടുന്നത് പോലെ ആകാശം നീങ്ങിപ്പോകും. ഈ ഭൂമി വെന്ത് അഴുകി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നാശമായ അഗ്നിക്കിരയായി തീരുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ വിശ്വസിക്കുക പ്രിയമുള്ളവരെ. ക്രിസ്തു എന്ന രക്ഷകൻ, മാറ്റമില്ലാത്ത ദൈവം, മറക്കാത്ത ദൈവം, ആ ക്രിസ്തു നൽകുന്ന രക്ഷയുണ്ടല്ലോ, അത് അനുഭവിക്കുവാനായിട്ടാണ് വേദപുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്നത്. നോഹ ഈ പെട്ടകത്തിലുള്ള തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിച്ചു. നോഹ ഈ പെട്ടകത്തിലുള്ള തൻ്റെ ജീവിതം ഒരുപാട് തനിക്ക് തൃപ്തി നൽകുന്ന ഒന്നായിരുന്നു. ലോകമെല്ലാം നശിക്കുകയാണ്. മറ്റ് സകല ജനങ്ങളും, പക്ഷിമൃഗാദികളും, മൃഗങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിത്താണ് ചത്തുപോയി. നോഹ പെട്ടകത്തിനുള്ളിൽ സുരക്ഷിതനായിരുന്നു. നോഹ തൃപ്തിയുള്ളവനായിരുന്നു. നോഹയ്ക്ക് വലിയ ആഡംബര വീടുകളൊന്നുമില്ലായിരുന്നു, അല്ലേ? ഈ ഓളങ്ങൾ, വെള്ളത്തിൻ്റെ ഓളത്തിൽ ഇങ്ങനെ പെട്ട് കുലുക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ സേഫായിരുന്നു. ആമേൻ. പെട്ടകത്തിൻ്റെ വാതിലടച്ചത് ദൈവമാണ്. ഞാൻ പറയട്ടെ, ക്രിസ്തുവിലുള്ള ജീവിതം എന്ന് പറയുന്നത് സമുദ്രത്തിലൂടെ, നദിയിലൂടെ, തടാകത്തിൽ സഞ്ചരിക്കുന്ന ഒരു പടകിന് തുല്യമാണ്. ഓളങ്ങളുണ്ടാകും, മഴ ഉണ്ടാകും, ഇടിമുഴക്കങ്ങളുണ്ടാകും, ഇതിങ്ങനെ കുലുക്കങ്ങളുണ്ടാകും. പക്ഷെ ഒന്നോർക്കുക, നിങ്ങളായിരിക്കുന്ന ക്രിസ്തുവാകുന്ന പടകിലാണ്, ക്രിസ്തുവാകുന്ന പെട്ടകത്തിലാണ്. നിങ്ങൾ സേഫ് സോണിലാണ് പ്രിയരെ. അതിൽ സന്തോഷം കണ്ടെത്തുക, അതിൽ ആനന്ദിക്കുക. ഓക്കെ, അതിൽ നിങ്ങൾ ജയം കണ്ടെത്തുക. ക്രിസ്തു യേശുവുള്ള ജീവിതമെന്നത് ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിത സ്ഥലത്തുള്ള ഒരു ജീവിതമാണ്, സുരക്ഷിതമായ സ്ഥലത്തുള്ള ജീവിതമാണ്. ആ ജീവിതം നഷ്ടപ്പെടുത്തരുത്. ആ ജീവിതത്തിൽ തന്നെ യാത്ര ചെയ്യുക. പെട്ടകം നൽകുന്ന ജീവിതം അതാണ്, പെട്ടകം നൽകുന്ന രക്ഷ അതാണ്. ഈ യാത്ര അവസാനിക്കുന്നത് ഒരിക്കൽ നാം യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിൽ ജീവിച്ചു തുടങ്ങിയാൽ, സത്യവേദപുസ്തകത്തെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച്, രക്ഷകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങിയാൽ, ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ, ഇതിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത്, നിങ്ങൾ എത്തിച്ചേരുന്നത് നിത്യത എന്ന മനോഹരമായ തീരത്താണ്. മനോഹരമായ ആ ഒരു തീരത്തായിരിക്കും നിങ്ങൾ ചെന്ന് എത്തിച്ചേരുന്നത്.
നാം ഒക്കെ എത്തിച്ചേരുന്നത്. എത്ര മനോഹരമായ അനുഭവം പ്രിയം. പിന്നെ ഈ ഭൂമിയിലുള്ള ജീവിതമല്ല, നമ്മളിങ്ങനെ ജീവിച്ച് നിത്യമായ ഭവനത്തിലേക്ക് ഒരു യാത്രയാണ്. ആ യാത്ര അവസാനിക്കുന്നത് സ്വർഗീയ ഭവനത്തിലാണ്. അതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പൻ. ഈ നോഹയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ജലപ്രളയത്തിൽ ഒരു സ്നാനത്തിലൂടെ, അതൊരു സ്നാനമാണ്. ആ സ്നാനം കഴിഞ്ഞ് ആ സ്നാനത്തിലൂടെ, ജലപ്രളയമാകുന്ന സ്നാനത്തിലൂടെ രക്ഷയെന്ന പെട്ടകമാകുന്ന ആ ദൈവിക ഭവനത്തിലേക്ക് നോഹയും കുടുംബവും പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു അനുഭവം തന്നെയാണ് ക്രിസ്തുവിലൂടെ നമുക്കും ലഭിക്കുന്നത്. ചോദ്യം, ഈ രക്ഷ നിങ്ങൾ അനുഭവിക്കുന്നവരാണോ? ഈ രക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചവരാണോ? നിങ്ങൾക്കൊരു അഭയസ്ഥാനമുണ്ടോ? ക്രിസ്തു എന്നത് നിങ്ങളുടെ അഭയസ്ഥാനമാണോ? ഈ ക്രിസ്തു എന്ന അനുഭവം നിങ്ങൾക്ക്, ക്രിസ്തുള്ള ജീവിതം നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്നുണ്ടോ? ചിന്തിക്കുക. ക്രിസ്തുള്ള ജീവിതം മറ്റ് സകലത്തിൽ നിന്നും നിങ്ങളെ വേർപെടുത്തുന്നുണ്ടോ? വേർപെടുത്തിയുള്ള ജീവിതത്തിലാണോ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവൻ. അതെ, വിശുദ്ധിയുള്ള, അശുദ്ധിയെ ത്യജിച്ച് വിശുദ്ധിയോടുകൂടെ, ദ ഹോളിനെസ്, അല്ലേ, ഒരു ഹോളിനെസ്. ആസ് എ ഹോളി ഹസ്ബൻഡ്, ആസ് എ ഹോളി വൈഫ്, അല്ലേ, ദൈവം ആഗ്രഹിക്കുക അങ്ങനെയാണ്. മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ മണവാട്ടിയ സഭയെക്കുറിച്ചുമൊക്കെ വേദപുസ്തകം നൽകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്. ആ ഒരു അനുഭവത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ പെട്ടകമാകുന്ന ക്രിസ്തുവുള്ള രക്ഷയും ജീവിതവും സ്വായത്തമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്. പഴയ നിയമത്തിലെ 3 പെട്ടകങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. 1 നോഹയുടെ പെട്ടകം, 2 മോശയുടെ പെട്ടകം, 3 സമാഗമന കൂടാരത്തിലെ ദൈവത്തിൻ്റെ പെട്ടകം. ചോദ്യം ഇതാണ്, ഇതിൽ ദൈവ കോപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള പെട്ടകം ഏതായിരുന്നു? ഈ 3 പെട്ടകങ്ങളിൽ 1 ദൈവ കോപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ഒരു പെട്ടകമായിരുന്നു. ആ പെട്ടകം ഏതാണ്? ആ പെട്ടകത്തിൻ്റെ പേര് എഴുതുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വചനം നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിരുന്നു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതനും വല്ലഭനുമായിരിക്കുന്ന സർവശക്തനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, രക്ഷയാകുന്ന അഭയസ്ഥാനമാകുന്ന, ഞങ്ങളെ മറ്റു ബന്ധങ്ങളിൽ നിന്ന് വേർപെടുത്തുന്ന, ഞങ്ങളുടെ ജീവിതത്തിനൊപ്പം നിത്യതയോളം ഞങ്ങളെ വഴി നടത്തുന്ന, ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായിരിക്കുന്ന രാജാതിരാജാവായ സ്വർഗീയ കർത്താവേ, അങ്ങിൽ ഞങ്ങൾ അഭയം കണ്ടെത്തി ആ രക്ഷയുടെ അനുഭവത്തിലൂടെ നിത്യത്തിലേക്ക് പ്രവേശിക്കേണ്ട ഭാഗ്യങ്ങളെ ദൈവം നൽകുന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. നൽകിയ നല്ല ആഴമേറിയ ചിന്തകൾക്കായി സ്തോത്രം. നോഹയുടെ പെട്ടകം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, നോഹയ്ക്ക് ഒരു രക്ഷയായി മാറിയതുപോലെ ക്രിസ്തുവിലുള്ള ജീവിതം ഞങ്ങൾക്ക് ഒരു രക്ഷയായി, വിടുതലായി, സ്വാതന്ത്ര്യമായി ഞങ്ങൾ ആശ്വാസമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ടുള്ള ജീവിത നാളുകളിൽ കർത്താവേ ദൈവമേ, ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശ്വസ്തരായി കർത്താവിൻ്റെ വരവോളം, അല്ല ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തോളം ദൈവമേ വിശ്വസ്തരായി തന്നെ തുടരുവാൻ അങ്ങ് സഹായിക്കണം. ഒടുവിൽ ആ നിത്യമായ ഭവനത്തിൽ എത്തിച്ചേരുവോളം കർത്താവെ അവിടുത്തെ ദിവ്യവചനങ്ങളെ അനുസരിപ്പാനും ഞങ്ങളുടെ ജീവിതത്തിന് വിശുദ്ധി കൈവരിപ്പാനും അവിടുന്ന് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിച്ച എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജീവിതങ്ങൾക്കും സമാധാനവും സന്തോഷവും ദൈവകൃപയും പകരണമേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കൂടെ ഇരുന്നല്ലോ അപ്പ കർത്താവ്, ഞങ്ങളുടെ ദേശത്തെയും ലോകരാഷ്ട്രങ്ങളെ എല്ലാ ക്ഷണത്തെയും, ജാതി മത ഭേദമിനെ സഭാ വ്യത്യാസമിനെ എല്ലാവരെയും ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ സ്വർഗീയ കരം കൂടെ ഇരിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കാൻ സ്തോത്രം. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും പിതാവിനുള്ളതല്ലോ. ആമീൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളി. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപാനുഗ്രഹം നാം ഏവരോട് ഇന്നും അന്ന് സർവ്വദാ കൂടിയിരിക്കുമാറാകട്ടെ. ആമീൻ. ആമീൻ.
പ്രിയരെ, നോഹായുടെ പെട്ടകത്തിൻ്റെ അനുഭവമാകുന്ന ക്രിസ്തുവാകുന്ന പെട്ടകം, വിശ്വാസത്തിലൂടെ അതിൽ പ്രവേശിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാൻ നിത്യതയോളം വരെ കർത്താവ് അതിനെ നമ്മേവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു വെരി മച്ച്.